അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഗോപാലകൃഷ്ണനും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ജയിക്കേണ്ട മണ്ഡലത്തിൽ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും, ജയിക്കും എന്നാണ് പറഞ്ഞത്. അത് ഇവിടെയുള്ള ഈ ചാനലുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം സംപ്രേഷണം ചെയ്തതാണ്, പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ. ആ മലയാളം ചാനലുകൾ സംപ്രേഷണം ചെയ്ത ഗോപാലകൃഷ്ണന്റെ വിഷ്വൽസ് ആണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാണിച്ചത്. അതിനെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് ഇത് രാഹുൽ ഗാന്ധി വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോയാണ്, ഞങ്ങള് ഒരു നേതാവും ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. രാഹുൽ ഗാന്ധി 3 തവണയായി ലോകത്തോട് ഇന്ത്യൻ ജനാധിപത്യം ഏതു വിധത്തിലാണ് കൊല പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തിനും കൃത്യമായ ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷം അവിടെ നടത്തിയ കൃത്രിമങ്ങൾ അദ്ദേഹം വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതാണ്. ഹരിയാനയിലെ എല്ലാ അഭിപ്രായ സർവേകളും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ജനങ്ങളുടെ വികാരം, കർഷക പ്രക്ഷോഭം, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഇതൊക്കെ കൊണ്ട് BJPക്ക് പോലും അധികാരത്തിൽ വരാൻ കഴിയും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി, ഞങ്ങൾ അധികാരത്തിൽ വരും, അധികാരത്തിൽ വരേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഹരിയാനയിലെ BJP മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പറഞ്ഞത്. BJP സർക്കാർ ഉണ്ടാക്കും, അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് നായബ് സിംഗ് സൈനി അവകാശപ്പെട്ടത്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഗോപാലകൃഷ്ണനും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ജയിക്കേണ്ട മണ്ഡലത്തിൽ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും, ജയിക്കും എന്നാണ് പറഞ്ഞത്. അത് ഇവിടെയുള്ള ഈ ചാനലുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം സംപ്രേഷണം ചെയ്തതാണ്, പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ. ആ മലയാളം ചാനലുകൾ സംപ്രേഷണം ചെയ്ത ഗോപാലകൃഷ്ണന്റെ വിഷ്വൽസ് ആണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാണിച്ചത്. അതിനെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് ഇത് രാഹുൽ ഗാന്ധി വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോയാണ്, ഞങ്ങള് ഒരു നേതാവും ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. പക്ഷെ ഈ മാധ്യമ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന മലയാളം മാധ്യമ സ്ഥാപനങ്ങളിലെ എല്ലാ റിപ്പോർട്ടർമാർക്കും വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എന്നുള്ളത്. അപ്പോൾ ആകെ രാഹുൽ ഗാന്ധിയുടെ 3ാമത്തെ പത്രസമ്മേളനത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വിശദീകരണമായി വന്ന ഒരാൾ ഈ കിരൺ റിജിജു ആണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം പോലും ഗോപാലകൃഷ്ണന്റേതായി രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച വീഡിയോ വ്യാജമാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു മറുപടി നൽകിയിട്ടില്ല. സാന്ദർഭികമായി പറയുകയാണ്, ഇന്ന് SIRന്റെ വീക്ക്ലി റിവ്യൂ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ആ വീക്ക്ലി റിവ്യൂവിൽ പങ്കെടുത്തിരുന്നു. അവിടെ വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചു. അതായത് SIRന് വേണ്ടി തന്നിരിക്കുന്ന 2002 വോട്ടർ പട്ടിക ഇപ്പം നമുക്ക് അക്സസിബിൾ ആണല്ലോ. അതിൽ 2002 യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ആ വോട്ടർ പട്ടികയുടെ ഭാഗമായി 2004 വോട്ട് ചെയ്തവരാണ്, 2006 വോട്ട് ചെയ്തവരാണ്. ലോക്കൽ ബോഡിയിൽ വേറെ വോട്ടർ പട്ടികയാണ്, പക്ഷെ പാർലമെന്റിലും നിയമസഭയിലും ഈ വോട്ടർ പട്ടിക തന്നെയാണല്ലോ. അപ്പം ഈ SIRന് വേണ്ടി തന്നിരിക്കുന്ന 2002 വോട്ടർ പട്ടികയിൽ അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന വോട്ട് ചെയ്ത ആളുകൾ ഒഴിവാക്കപ്പെട്ട അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ് ആ റിവ്യൂ മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ അത് പരിഗണിക്കാം, പരിശോധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ തകർത്തിരിക്കുകയാണ്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം മാഡം ഇവിടെ സൂചിപ്പിക്കേണ്ടത് 22 സ്ഥലത്ത് അവരുടെ ഫോട്ടോ വന്നുള്ളത് നിഷേധിക്കാൻ കഴിയുമോ? ആ പേരുള്ള ഒരാൾ വേറൊരു സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നാണ് ന്യായമായിട്ട് പറയുന്നത്. പക്ഷെ ഇന്ത്യക്കാരി അല്ലാത്ത ഒരാൾ, ഇന്ത്യക്കാരിയായ കമലയുടെയും സ്വീറ്റിയുടെയും രേണുകയുടെയും എല്ലാം പേരിൽ അവരുടെ ചിത്രം വന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിശദീകരണവും വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മളെ എല്ലാവരെയും നമ്മുടെ ജനാധിപത്യത്തെ തെറ്റായ മാർഗത്തിൽ കൂടി കവർന്നെടുക്കുന്ന ഭരണകൂടത്തിന്റെ ഈ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് രാഹുൽ ഗാന്ധി
സത്യം, അഹിംസ എന്ന മാർഗത്തിൽ കൂടി ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഈ ജനാധിപത്യത്തെ കവർച്ച ചെയ്യുന്നതിനെതിരായി രംഗത്തിറങ്ങണം എന്നാണ് അദ്ദേഹം ഇന്ത്യൻ യുവതയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകമാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.